കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുൻപിൽ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുൻപിൽ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തില് ഹെബ്രായ ലേഖനത്തില് അപ്പോസ്തലൻ പറഞ്ഞത് ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടതാണ്. പ്രത്യാശയുടെ നങ്കൂരം. ചൊവ്വാഴ്ച നമ്മൾ കേട്ട വചനമാണ് പ്രത്യാശയുടെ നങ്കൂരം. നിന്റെ കപ്പൽ മറിയില്ലെന്ന്. ഒരുപാട് മക്കൾ വിചാരിക്കുന്നത് എൻ്റെ ഈ ബിസിനസ് തകർന്നു പോകും, ഇത്തവണ ഞാൻ പരീക്ഷ എഴുതാൻ ജയിക്കില്ല. അങ്ങനെ വിഷമിച്ച മക്കളെ അച്ഛനറിയാം, രോഗികളായവരെ അറിയാം. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾ, പഠിക്കുന്ന മക്കൾ, അത് മെഡിക്കൽ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർ, പരീക്ഷാ ഭയം കയറി ടെൻഷനായവർ, പരീക്ഷാ ഭയം കയറി സൈക്കാട്രിക് മെഡിസിൻസിലേക്ക് പോയവർ. ദൈവ പൈതലെ, ജീവിതത്തെ ശാന്തതയോടെ കാണാൻ ശ്രമിക്കണ്ടേ. ഏത് കൊടുങ്കാറ്റായിക്കൊള്ളട്ടെ, വചനം കാണുന്നത് പോലെ വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ ദൈവകുമാരൻ്റെ പ്രത്യേകത അവ ശാന്തമായി ഉറങ്ങും. ദൈവമക്കളെ, ദൈവം നമുക്ക് തരുന്നത് ഈ ഒരു ശാന്തതയല്ലേ. പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചെന്ന് വരും, അത് നീ പ്രതീക്ഷിക്കാത്തതാ, പക്ഷെ അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണെങ്കിലോ. നീ ഒരിക്കലും വിചാരിക്കാത്ത ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിലേക്ക് വരും. നിന്നെ കരുത്തനാക്കാൻ ദൈവം അനുവദിക്കുന്നതാണെങ്കിലോ. നീ ഒരിക്കലും വിചാരിക്കാത്ത ഒരു വീഴ്ച നിനക്ക് വരിക, അത് ദൈവം നിന്നെ ഒരുപാട് ഉയർത്തുവാൻ വേണ്ടിയിട്ടാണെങ്കിലോ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ ഉണർവുള്ളവരായി ജീവിക്കണമെന്ന്. തിരുവചനം റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ദ പ്രൈസ് യു ആർ ഗോയിങ് ടു ഗെറ്റ്. നീ ഓടിയാൽ ഈ ഓട്ടത്തിന് അവസാനം കിട്ടുന്ന ഒരു സമ്മാനമുണ്ട്, നിനക്ക് കിട്ടാനുള്ള കിരീടമുണ്ട്. നീ എന്തുമാത്രം സഹിക്കുന്നുവോ അതിലേറെ ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്ന അഭിഷേകം. നിനക്ക് സഹിക്കാൻ ഒരുക്കുമല്ലയോ. ദൈവമക്കളെ, നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്യമില്ലേ, കുരിശില്ലാതെ കിരീടമില്ലെന്ന്. ഒരു വലിയ ആത്മീയ രഹസ്യം അത്. ഈ രഹസ്യം ആരൊക്കെ ഉൾക്കൊള്ളുന്നുവോ അവർ കുരിശിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. എന്തുമാത്രം കുരിശിനെ സ്നേഹിക്കുന്നുവോ അത്രയും നീ മഹത്വം പ്രാപിക്കും. ദൈവം അനേകം കുടുംബങ്ങൾ എനിക്കറിയാം, ജീവിത പങ്കാളിക്ക് വേണ്ടി കാവലിരിക്കുന്ന എത്രയോ ഭാര്യമാര് അല്ലെ ഭർത്താവ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥനെ പറ്റി പറഞ്ഞു, അവള് ഇനി എന്തെങ്കിലും ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ പിന്നെ അവളുടെ നാവ് ചലിക്കുകയില്ല. അതുപോലെ തീരാ രോഗാവസ്ഥയിലേക്ക് ഈ ഭാര്യ പോയപ്പോൾ ഒരു മാലാഖയെ പോലെ എന്തിന് എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുവാനും കഴുകുവാനും തുടയ്ക്കുവാനുമൊക്കെ ഒരു കാവൽ മാലാഖയെ പോലെ ഉറക്കമില്ലാതിരുന്ന ഭർത്താവ്, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭാര്യയ്ക്ക് സൗഖ്യം വാങ്ങിച്ചു കൊടുത്ത ഒരു ഭർത്താവ്. ദൈവ പൈതലെ, ഞാൻ വിചാരിക്കുന്നു അവരുടെ കുടുംബജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ആഴങ്ങളും സ്നേഹത്തിൻ്റെ അനുഭവങ്ങളും കരുതലിൻ്റെ അനുഭവങ്ങളും ഈ ദുഃഖം, ഈ മാരക രോഗം, ഈ ക്യാൻസർ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഒരിക്കലുമില്ലാത്തൊരു ആനന്ദം, ഒരിക്കലുമില്ലാത്തൊരു സ്നേഹം, ഒരിക്കലുമില്ലാത്തൊരു കടപ്പാട്. അതേ പൈതലെ, ഒരു സഹനം കിട്ടുമ്പോൾ ഒരു മഹത്വം വരാൻ പോവുക. ഒരു ദുഃഖം വരുമ്പോൾ അതിൻ്റെ അകത്തൂടെ ദൈവം കൊണ്ടുവരുന്ന ഒരു കരുതലുണ്ട്. നീ വല്ലാതെ വീണുപോയപ്പോൾ നിന്നെ താങ്ങിയവരെ നീ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? ചിലരെയൊക്കെ ദൈവങ്ങളാക്കാൻ വേണ്ടിയാ ദൈവം നിനക്കൊരു വീഴ്ച തന്നത്. ചില മനുഷ്യരെ നമ്മൾ പറയില്ലേ മരിച്ചാലും മറക്കില്ലെന്ന്. അത്രയ്ക്ക് ജീവിതത്തിൽ ചേർന്ന് നിന്നവര് ആരുമില്ല എന്നൊക്കെ നീ പറയുന്ന സമയത്ത് ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന വാഗ്ദാനം ഇതാണ്. നിന്നെ ആരുമില്ലാതാക്കിയത് ദൈവം നിന്റെ എല്ലാം ആകാനായിട്ടായിരുന്നു. നിന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീ കടന്നുപോയത് ദൈവം നിന്റെ സഹായമാകുന്നത് കാണാനായിരുന്നു. തിരുവചനം വീണ്ടും പറയണ, സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ഇതാ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിന്റെ ഒരു ഉരുവാകല. ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി ഒരു ദിവസം കൊണ്ടല്ലല്ലോ സംഭവിക്കുന്നത്. 9 മാസം ഈ കുഞ്ഞുമായിട്ട് ഈ അമ്മയ്ക്കൊരു ജീവിതമുണ്ട്. അമ്മയുടെ കംഫർട്ടുകളെല്ലാം പോയി, അമ്മയുടെ സുഖങ്ങളും അമ്മയുടെ സന്തോഷങ്ങളും ഒക്കെ പോയി. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം 8 മാസമൊക്കെ ബെഡ് റെസ്റ്റ് എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത അമ്മമാരെ. ദൈവ പൈതലെ, അതിനുശേഷം ആ കുഞ്ഞുമായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആ അമ്മയുടെ മുഖത്തുള്ള ശോഭ ഒരിക്കലുമില്ലാത്ത ശോഭയാണ്. നീ എന്തോരം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുവോ, എന്തോരം നീ ദുഃഖിച്ചിട്ടുണ്ടോ, എന്തോരം നീ വേദനിച്ചിട്ടുണ്ടോ, അതിനൊരു പ്രതിഫലമുണ്ട്. വിശുദ്ധ അംബ്രോസ് അഗസ്തീനോസ് പുണ്യാളന്റെ അമ്മ മോണിക്ക പുണ്യവതിയോട് പറയുന്നുണ്ട്, ഈ കണ്ണീര് ഒരു അഭിഷേകമായി മാറും.
ഈ കണ്ണീരിൻ്റെ അമ്മ ഒരു മഹത്വത്തിൻ്റെ അമ്മ ആകാതിരിക്കില്ല. അതേ മക്കളെ, ജീവിതത്തിൽ വീഴ്ചകൾ വരുമ്പോഴും പരാജയങ്ങൾ വരുമ്പോഴും തളർച്ചകൾ വരുമ്പോഴും കൈവിട്ട് കളയരുത്. അത് നിനക്ക് വേണ്ടിയുള്ള ചവിട്ടുപടിയാണ്. അത് നിനക്ക് വേണ്ടിയുള്ള അഭിഷേക തൈലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിനക്ക് വേണ്ടിയുള്ള കൃപയുടെ മഹത്വത്തിൻ്റെ ഇടം നിനക്ക് വേണ്ടി ഒരുക്കുന്ന സമയമാണ്. വീണ്ടും പറയുന്നു, സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും. ദൈവ പൈതലെ, ഈ തകർച്ച നിന്റെ ജീവിതത്തിൽ ഒരു ജീർണത വരുത്തിയെങ്കിലും പിന്നീട് നീ ഒരു ദൈവ പൈതലായി മാറുക. വിശുദ്ധന്റെ ഒക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. എല്ലാവരും ഒരു ജീർണതയിലൂടെ, ഒരു അഴുകലിലൂടെ, ഒരു ഇല്ലാതാകലിലൂടെ ഒക്കെ കടന്നുപോയി. പക്ഷേ ഒരിക്കലും അവരെ മായ്ച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അന്ന് ആ ജീർണതയ്ക്ക് വിശുദ്ധ അസീസിൽ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യാളൻ, അദ്ദേഹം ശരീരം മുഴുവൻ അഴുകിപ്പോയവനാ. അദ്ദേഹം ഒരു അഭിഷേകമായിട്ട് മാറിയില്ലേ? ദൈവ പൈതലെ, ഇന്ന് നീ അനുഭവിക്കുന്ന ജീർണത, ഇന്ന് നീ അനുഭവിക്കുന്ന പരാജയം, ഇന്ന് നീ അനുഭവിക്കുന്ന തകർച്ച, നീ അനുഭവിക്കുന്ന ദുരന്തം നിന്നെ ദൈവ പൈതലാക്കി മാറ്റും. വിജയം ദൈവമക്കൾക്കുള്ളതാണ്. അഭിഷേകം ദൈവമക്കൾക്കുള്ളതാണ്. അനുഗ്രഹം ദൈവമക്കൾക്കുള്ളതാണ്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ നല്ല ദൈവമേ, ഈ മക്കൾ വേദനയിലും സങ്കടത്തിലും ദുഃഖത്തിലും തകർച്ചയിലും പരാജയത്തിലും ഇരുന്നുകൊണ്ട് ഈ അഭിഷേക വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു അഭിഷേകമായി മാറട്ടെ. തളർന്നു പോയവർ ബലപ്പെടുന്ന നിമിഷമായി ഈ നിമിഷങ്ങൾ തീരട്ടെ. വല്ലാത്ത ജീർണതയിലേക്ക് പോയവർ, ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നത് പോലെ, വേര് മണ്ണിനടിയിൽ കെട്ടുപോയാലും കുറ്റി അഴുകിപ്പോയാലും ജലത്തിന്റെ ഗന്ധമേൽക്കുമ്പോൾ അവ പൊട്ടിക്കിളുക്കുന്നത് പോലെ ഈ നിമിഷം ഈ മക്കൾ പൊട്ടിക്കിളുക്കട്ടെ. ഇവരുടെ ജീവിതങ്ങൾ പൊട്ടിക്കിളുക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ അനുഗ്രഹം, പുതിയ അഭിഷേകം ഉണ്ടാവട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൽ നിന്ന് കുറച്ച് അകലേക്കൊക്കെ പോയിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടക്കണികളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവര്, ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നവര്, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവര്, ജോലി തേടി പോകുന്നവര്, ബാങ്കുകളിലേക്ക് പോകുന്നവര്, കോടതികളിലേക്ക് പോകുന്നവര്, ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നവര്, ഓ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധകരം ഈ മക്കളുടെ മേൽ നീട്ടിപ്പിടിക്കണമേ. പരീക്ഷകൾ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിജയം കൊടുക്കണമേ. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം കൊടുക്കണമേ. ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോകുന്നവരുടെ കൂടെ അങ്ങ് യാത്ര ചെയ്യണമേ. ജീർണത അഭിഷേകമായി, പരാജയങ്ങൾ വിജയമായി, തകർച്ചകൾ ഉയർച്ചകളായി ഈ നിമിഷം ഈ മക്കളുടെ ജീവിതത്തിൽ മാറട്ടെ. അങ്ങനെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ സഭയോട്, ഫ്രാൻസിസ് പാപ്പായോട്, സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മയിൽ യേശുനാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഈ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ.